2021-24 കാലയളവിൽ മോദി മന്ത്രിസഭയിലെ സഹമന്ത്രിയായിരുന്നു ഇദ്ദേഹം. 2 വകുപ്പുകളാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്, അതായത് ഇന്ത്യയുടെ IT മേഖലയുടെ അതുപോലെ ഡിജിറ്റൽ സംവിധാനങ്ങളുടെ വകുപ്പ് ചുമതല. പിന്നെ യുവാക്കൾക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്ന വകുപ്പ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ഒരു വിപ്ലവകരമായ നിയമമാണ് DPDP, ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട്. അതിനു മുമ്പ് വരെ നമ്മുടെ പേഴ്സണൽ ഡാറ്റ ഒക്കെ ആരെങ്കിലും ചോർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പരാതിപ്പെടാനുള്ള വകുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇഷ്ടത്തിന് നമ്മുടെ ഡാറ്റ ആളുകൾക്ക് ഏതെങ്കിലും കമ്പനികൾക്കൊക്കെ ചോർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുമായിരുന്നു. എന്നാൽ എന്ത് മാറ്റമാണ് വന്നത്? നമ്മൾ ഏതെങ്കിലും കടയിൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ നമ്പറിലേക്ക് നമ്മളെ വിളിച്ച് ലോൺ വേണോ, അത് വേണോ, ഇത് വേണോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ശല്യപ്പെടുത്തുന്ന ഒരു സംഗതി മുമ്പുണ്ടായിരുന്നു. എന്നാൽ ഈ നിയമം വന്നതിന് ശേഷം അങ്ങനെ ശല്യപ്പെടുത്താൻ പാടില്ല എന്നാണ്. ഇനി അങ്ങനെ ശല്യപ്പെടുത്തുന്ന കമ്പനികൾക്കെതിരെ നമുക്ക് നമ്മുടെ ഡാറ്റ ചോർത്തി എന്ന് പറഞ്ഞിട്ട് കേസിന് പോവാം. ഈ നിയമം വെച്ചിട്ട് 250 കോടി വരെ പിഴ ഒടുക്കാനായിട്ട് ഈ നിയമം അനുവദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ നമുക്ക് ഈ നിയമം വഴി ഉണ്ടാക്കി തന്നു. രണ്ടാമതായിട്ട് കുട്ടികളുടെ കാര്യത്തിൽ, കുട്ടികൾ ഗെയിം കളിക്കുമ്പോൾ ഒക്കെ മോശമായിട്ടുള്ള പരസ്യങ്ങൾ പോപ്പപ്പ് ആയിട്ട് വരിക, അതുപോലെ അവരുടെ ഡാറ്റ ചോർത്തിയിട്ട് അവരെ മിസ്യൂസ് ചെയ്യുക, ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാലും ഈ നിയമം വഴി പരാതിപ്പെടാനായിട്ടുള്ള വകുപ്പുണ്ട്. പ്രൈവസി ഒരു മൗലിക അവകാശമായി മാറിയത് ഈ നിയമം നിലവിൽ വന്നതിന് ശേഷമാണ്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്നതാണ് സെമി കണ്ടക്ടർ മിഷൻ. അതായത് ലോകത്തിലുള്ള എല്ലാ കമ്പനികളും ചിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെടുന്ന സമയത്ത് ഇന്ത്യയിൽ ചിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. ഇന്ന് ടാറ്റ ഉൾപ്പെടെയുള്ള കമ്പനികൾ ഇന്ത്യയിൽ ചിപ്പ് ഫാക്ടറികൾ തുടങ്ങുന്നത് ഇദ്ദേഹത്തിന്റെ ശ്രമഫലമാണ്. ഇതുകൊണ്ടുണ്ടായ മാറ്റം എന്താണ്? നമുക്കറിയാം, ഇന്ന് നമ്മുടെ മക്കളൊക്കെ ജോലി കിട്ടണമെങ്കിൽ, ഈ ചിപ്പൊക്കെ പഠിച്ച പിള്ളേർക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അതുള്ള രാജ്യങ്ങളിൽ ജോലിക്ക് പോകണം. അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്ന് വീഡിയോ കോളിൽ കാണാനല്ലാതെ അവരുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ലാത്തൊരു സംഗതിയാണ്. നമുക്കറിയാം, ആകെയുള്ള ഒരു ആയുസിൽ നമ്മൾ മക്കളെ കാണാതെ മരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്നാൽ ഇതുപോലുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക കമ്പനികൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാനും വിദേശത്ത് ലഭിക്കുന്ന അതേ വരുമാനം ഇവിടെ നേടാനും ഒക്കെ സാധിക്കുന്ന സമയത്ത് അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മുടെ നാടല്ലേ മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ അടക്കം AI ഉപയോഗിച്ചിട്ടുള്ള ആശയവിനിമയത്തിനുള്ള ആ ഒരു സംഗതി കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിലൂടെയും ഒരുപാട് യുവാക്കൾക്ക് ജോലി ലഭിച്ചു. IT നിയമത്തിലും ഇദ്ദേഹം ഭേദഗതികൾ കൊണ്ടുവന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കുറച്ചും കൂടി ഉത്തരവാദിത്തത്തോടു കൂടി വേണം ഇടപെടാനായിട്ട്. രാജ്യത്ത് കലാപം ഉണ്ടാക്കുന്നത്, ആളുകളുടെ പ്രൈവസി ഹനിക്കുന്നത്, അതുപോലത്തെ സംഗതികളൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ വരെ നമുക്ക് കേസിന് പോകാൻ കഴിയും എന്ന രീതിയിലുള്ള മാറ്റം കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കാറിലായാലും വാഷിംഗ് മെഷീനിലായാലും ഒക്കെ ഈ സെമി കണ്ടക്ടഡ് ചിപ്പുകളുണ്ട്. വിദേശത്ത് നിന്ന് മുമ്പ് ഇത് ഇറക്കുമതി ചെയ്യുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് നിർമ്മിക്കുന്ന കമ്പനികൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വന്നു എന്നുള്ളതാണ്. നമ്മുടെ യുവാക്കൾക്ക് തൊഴിലുണ്ടാകുന്നതിൽ വലിയൊരു മാറ്റമാണ് ഈ വ്യക്തി മന്ത്രിയായിരുന്നപ്പോൾ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞത്. അപ്പൊ നിയമത്ത് ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായും മാറ്റം ഉണ്ടാകില്ലേ?